ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഇനി പോകാൻ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഞങ്ങളൊരു 8-9 മണിയാകുമ്പോൾ അങ്ങ് എത്തും കേട്ടോ. ആ ഒരു രീതി വെച്ചിട്ട് അതനുസരിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ലക്കിക്ക് ഇപ്പം ഞങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ കയ്യിലിരുന്ന സഞ്ചിയാണ്, അവൻ പിടിച്ചോളാമെന്നും പറഞ്ഞ് വാങ്ങിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഇത് കണക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പം. ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നാട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ടൈമില്ലേ, ഭയങ്കര സങ്കടമായിരുന്നു. നാട്ടിൽ നിന്ന് വരാനേ ആൾക്ക് മനസ്സിലായിരുന്നു. പിന്നെ നേരെ പപ്പുവിൻ്റെ അടുത്തല്ലേ പോയത്. അതുകൊണ്ട് അവിടെ 2 ദിവസം കളിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി കയറിയപ്പോൾ നല്ല സങ്കടമായിരുന്നു. കുറേ ദൂരം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ സ്കൂളിലെ കാര്യങ്ങളും സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പം വീണ്ടും ആൾ കുറച്ച് ചാർജായി കേട്ടോ. ഇപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഫുൾ ചാർജായി. അവൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പേരൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ കളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയിൽ ഇപ്പോൾ വരുവാണ് കേട്ടോ. അവൻ്റെ ആ വിഷമമൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കും സ്കൂൾ തുറക്കും എന്നുള്ളതുകൊണ്ടാട്ടോ ഞങ്ങൾ ഒരു 4-5 ദിവസം മുന്നേ വരുന്നത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ താമസിച്ചേ വരത്തുള്ളായിരുന്നു. നന്ദയ്ക്കാന്നേലേ ചെന്നുടനെ എക്സാമാണ് കേട്ടോ. ഇനിയിപ്പം അതിൻ്റെ പഠിത്തത്തിലൊക്കെ ആളിരിക്കുന്നത്. പിന്നെ ലക്കിക്ക് പ്രശ്നമല്ല, ഒരു 4-5 ദിവസം വൈകിയാലും അവന് കുഴപ്പമില്ല. ഇവിടെ നോക്കിയേ, ഹെൽമറ്റൊന്നും ആർക്കും ഇല്ല. അതുകൊണ്ട് ബാക്കിലുള്ളവർക്ക് ഹെൽമറ്റുണ്ട്, ഫ്രണ്ടിലുള്ളവർക്ക് ഹെൽമറ്റില്ല. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും നടക്കത്തില്ല. ഇപ്പം ഇവിടെയൊക്കെ ഹെൽമറ്റിൻ്റെ ആ ഒരു പ്രശ്നം ഇല്ലയെന്ന് തോന്നുന്നു. മറ്റേ ഒഡീഷയിൽ ഫ്രണ്ടിലുള്ളവർക്കും ഇല്ല, ബാക്കിലുള്ളവർക്കും ഇല്ല. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ നിർത്തിയതാണ് വണ്ടി. കുറേ നേരം കടകൾ തപ്പി, പക്ഷേ ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇതുപോലെ തട്ടുകടയില്ലേ, മറ്റേ എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരില്ലേ, അതാ സംഭവം. ഇങ്ങനെ ഒരു വണ്ടിക്കകത്ത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇഡ്ഡലിയും വാങ്ങി, മസാല ദോശയ്ക്കാണ് പറഞ്ഞത്, പക്ഷേ മസാല ദോശയില്ലായിരുന്നു, മറ്റേ പ്ലെയിൻ ദോശയില്ലേ, അതാ ഞാൻ വാങ്ങിയത് കേട്ടോ. എനിക്ക് ദോശ മതിയെന്ന് നേരത്തെ പറഞ്ഞു. നന്ദയ്ക്ക് ഇഡ്ഡലി മതി കേട്ടോ, അവൾ ഇഡ്ഡലിയുടെ ആളാണ്. നന്ദയ്ക്കും ലക്കിക്കും അത് തന്നെ വാങ്ങിച്ചത്. ഏട്ടനും ഒരു ദോശ എനിക്കും വാങ്ങിച്ച്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചട്നിയൊക്കെ. ഇതുണ്ടോ ചക്ക കൊണ്ടുപോകണത്. നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നിപ്പോൾ വേണ്ടാതെ പോവുക ചക്ക. ഇവിടേക്ക് ഇപ്പോൾ നല്ല വിലയുണ്ട് കേട്ടോ ചക്കയ്ക്ക്. മറ്റേ ഒഡീഷയിലാന്നേലേ എനിക്ക് തോന്നുന്നു 1-2 കിലോമീറ്റർ ഓളം ഇങ്ങനെ ചക്ക വിൽപ്പനയാണ്. അതായത് മറ്റേ കട്ട് ചെയ്തിട്ട് മറ്റേ ഇലക്കകത്ത്, നമ്മുടെ നാട്ടിലൊക്കെ പച്ചമുളകൊക്കെ വെക്കത്തില്ലേ കട്ട് ചെയ്ത് ഇലക്കകത്ത്, അതുമാതിരി ഇങ്ങനെ വിൽപ്പന തന്നെ. കുറേ അമ്മച്ചിമാരിരുന്നിട്ട് ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചത്. ഇതുപോലൊരു പന്ന ഫുഡ് ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് നമ്മളെപ്പോലുള്ള ഇങ്ങനെ ഹൈവേയിലൂടെ ഇങ്ങനെ പോണവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആന്ധ്രയിലെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് അല്ലേ. ഇതിപ്പോൾ സാമ്പാറൊക്കെ ഒഴിച്ചപ്പോൾ മറ്റേ ഇല്ല രസമില്ലേ, അതൊഴിച്ചു വെച്ച മാതിരി ഇരുന്ന്. ഞങ്ങൾ ആദ്യം വിചാരിച്ചേ അത് രസമായിരിക്കുമെന്ന്. അങ്ങനെ കടക്കാരനോട് ചോദിച്ചു, ഇതെന്തോ സാധനം, ഇത് രസമല്ലേ, ഞങ്ങൾക്ക് സാമ്പാർ തരാം. അപ്പോൾ പുള്ളി പറയുക ഇതാ സാമ്പാർ എന്ന്. മറ്റേ ഇല്ല നമ്മൾ ചോറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കാണാനില്ല, അതുപോലെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. ഞാനത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ ഒഡീഷയായേ. പക്ഷേ ഞാൻ വിചാരിച്ചു ഒഡീഷയിൽ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നെന്ന്. പക്ഷേ ആന്ധ്രയിലെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അവരുടെ ഓരോ ചട്നിയും മറ്റേ കറികളും ഒക്കെ നല്ല ടേസ്റ്റുള്ള സംഭവമായിരുന്നു. പക്ഷേ കിട്ടിയതോ ഒന്നും പറയണ്ട. അങ്ങനെ ഒഡീഷയിലെത്തിയിട്ടോ. ഇത് ഞങ്ങളെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. രാത്രി ഇനിയിപ്പോൾ ചെന്നിട്ട് ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഈ കടയിലാട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നത്. ഇതൊരു സർദാർജി നടത്തുന്ന കടയാണ്. ഇവിടുത്തെ വെജിറ്റബിൾ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ. അതിനകത്ത് മഷ്റൂമും മറ്റേ പനീറും ഒക്കെ നിറയെ കാണും. നന്ദ അതിൻ്റെ ആളാണ്. അവൾക്ക് കയറിയപ്പോഴേ പറഞ്ഞ് അവൾക്ക് ആ ബിരിയാണി മതിയെന്ന്. ഞങ്ങൾ 2 ആളും ചിക്കൻ ബിരിയാണി പറഞ്ഞ്. പക്ഷേ പ്ലേറ്റിൽ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് തന്നെ സംശയമായിരുന്നു കേട്ടോ. നന്ദയ്ക്ക് പിന്നെ പുറത്തിറങ്ങി കഴിച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല, വീട്ടിൽ നിന്ന് കഴിക്കാൻ അവൾക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ആ ഒരു വിഷമം ഞങ്ങളങ്ങ് മാറ്റിയേ. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിയേ, ഉരുളക്കിഴങ്ങും ഉള്ളിയും പിന്നെ പച്ചമുളകും അങ്ങനെയുള്ള നമുക്ക് തക്കാളിയും അതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച്. ഇനിയിപ്പം നാളെ രാവിലെ ഇറങ്ങി വരണ്ടല്ലോ, ഇനിയിപ്പം പതുക്കെ വന്ന് ബാക്കി പച്ചക്കറികളൊക്കെ വാങ്ങിച്ചാൽ മതിയല്ലോ. വീട്ടിലിനിയിപ്പോൾ ഒരു സാധനമില്ല, ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങണം. പച്ചക്കറിയും ഇനിയിപ്പോൾ ചെന്നിട്ടൊന്നും പറയണ്ട. എനിക്കിപ്പോഴും ടെൻഷനുണ്ടായിരുന്നു കേട്ടോ, വീടിനകത്തോട്ട് കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന്. അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇനിയും ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.